അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സൈക്കോ അനലൈറ്റിക്കൽ അപ്രോച്ച്, അതിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇനി ഈ ഒരു തിയറിയുടെ പ്രധാന ആശയങ്ങളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ മനുഷ്യരുടെ മനസ്സ്, അതിന്റെ പ്രത്യേകിച്ച് പറയുന്നത് അതിന്റെ അബോധ മനസ്സ്, അതിന്റെ ഇന്നർ ലെവലിലേക്കുള്ള ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് സൈക്കോ അനലൈറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ മനോവിഭ്രാന്തികൾ എന്നൊക്കെ നമ്മൾ പറയില്ലോ, അതായത് ചെറിയ തോതിലുള്ള മെന്റൽ ഇഷ്യൂസ്, അത്തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസിനെ അതിനെ ബേസ് ചെയ്ത് നടത്തിയ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ചില കേസസ്, ക്ലിനിക്കൽ എക്സ്പീരിയൻസസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ നിഗമനമാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി ലൈംഗികമായ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു തിയറിയാണ്. കാര്യം മെന്റൽ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ലൈംഗികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ചില മനോവിഭ്രാന്തികൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, ഇതൊക്കെയാണ് ഈ ഒരു തിയറിയുടെ മെയിൻ പാർട്ടായിട്ട് വരുന്നത്. ഇപ്പൊ ലൈംഗികമായ അബോധ സംഘർഷങ്ങളും അതുപോലെ തന്നെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള നേച്ചറും മനുഷ്യരുടെ വ്യക്തിത്വത്തിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഒരു ലൈംഗികമായ കാര്യങ്ങളെ വെച്ചിട്ടാണ് ഈ ഒരു തിയറി പൊതുവെ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ, അതുപോലെ ചില വികാരങ്ങൾ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് പങ്കുവഹിക്കുന്നത്? മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ചൈൽഡ്ഹുഡ് മെമ്മറീസ്, അതുപോലെ അടിച്ചമർത്തപ്പെടുന്ന ചില വികാരങ്ങൾ, ഇതൊക്കെ എന്തിൽ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒരാളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു തിയറിയിൽ, അല്ലെങ്കിൽ ഫ്രോയിഡിനെ കൂടാണ്ട് കുറച്ച് പേര് ഈ ഒരു തിയറിനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കൂ. കാൾ ജങ്, ആൽഫ്രഡ് ആഡ്ലർ, വില്യം റിച്ച്, ഇത്രയും പേരാണ് ഈ ഒരു തിയറിയിൽ ഫ്രോയിഡിനെ കൂടാതെ ഒരു വലിയ പങ്ക് വഹിച്ച ആളുകൾ. ഇപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പൊതുവെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചാണ് പഠിക്കാറുള്ളത്. ഒന്ന്, വ്യക്തിത്വത്തിന്റെ ചലനാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. നമ്മൾ മൈൻഡിന് 3 തലങ്ങളുണ്ടെന്ന് പറയും ഇല്ലേ? ഇഡ് ഈഗോ, ഈഗോ, സൂപ്പർ ഈഗോ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള 3 തലങ്ങളെ കുറിച്ചുള്ള പഠനം തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. മറ്റൊന്ന് പറയുന്നത് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, വ്യക്തിത്വത്തിന്റെ ഘടനയെ കുറിച്ചുള്ള പഠനം. മൂന്നാമത്തെ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇപ്പൊ 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി ആദ്യത്തെ കേസിലേക്ക് കിടക്കാം. മനസ്സിന്റെ 3 തലങ്ങൾ അഥവാ പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. മനുഷ്യന്റെ തലത്തിനെ സിഗ്മണ്ട് ഫ്രോയിഡ് 3 തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കൂ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇതിന്റെ മലയാളം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ UPSC എക്സാമുകൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മൾ സബ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അബോധ മനസ്സെന്നും ഉപബോധ മനസ്സും ഇത് രണ്ടും നമ്മളോട് മാറിപ്പോകും. അതുകൊണ്ട് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധ മനസ്സ്. അപ്പൊ ആ പേരിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്, ബോധപൂർവം നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ് വരുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ഒരു മൈൻഡിൽ നിന്നായിരിക്കും. അപ്പൊ അത് സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ മൈൻഡിന്റെ ഒരു പാർട്ട് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് പ്രായോഗിക തലത്തിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന മനസ്സിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണെന്ന് പറയാം? ബോധ മനസ്സിലാണെന്ന് പറയാം. ഇനി നമുക്ക് പ്രത്യക്ഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ റെഡിലി അറിവുള്ളതും ഓർക്കാൻ കഴിവുള്ളതുമായ അനുഭവങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെയായിരിക്കും? ഈ ബോധ മനസ്സിലായിരിക്കും. ഇതാണ് ബോധ മനസ്സിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ
നമുക്ക് 1 വയസ്സുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി നമ്മുടെ പേരൻസ് ഒക്കെ പറയും. പക്ഷെ 1 വയസ്സിലെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും ഇല്ല. എന്നാൽ ഒരു ഒരു നമുക്കൊരു ഓർമ്മ ഉറച്ചതിന് ശേഷം ഒരു 5 വയസ്സ് 6 വയസ്സ് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്ക് അറിവുള്ള അല്ലെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? കോൺഷ്യസ് മൈൻഡിലാണ്. ഇനി ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിന്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ ഇതെല്ലാം അടങ്ങുന്നത് നമ്മുടെ ബോധ മനസ്സിലാണ്. ഇനി എന്താണ് ഉപബോധ മനസ്സ്? ഉപബോധ മനസ്സിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്തായിരുന്നു? സബ് കോൺഷ്യസ് മൈൻഡ്. ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. എന്താണ് ഉപബോധ മനസ്സിന്റെ പ്രത്യേകതകൾ? ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാൻ പറ്റുന്നതും എന്നാൽ പൂർണ്ണമായ ബോധം ഇല്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇനി ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ബോധ മനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസിനും അൺകോൺഷ്യസിനും ഇടയ്ക്കുള്ള ഒരു സ്ട്രക്ചറാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അബോധതലത്തിലുള്ള എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആവശ്യമില്ല, ഇത് നമ്മൾ മറന്നു കളയുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് സപ്രസ് ചെയ്ത് ഒഴിവാക്കുന്ന ചില മെമ്മറീസ്, അത്തരം മെമ്മറീസ് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്കോ അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിലേക്കോ ഇങ്ങനെ പതിയെ പതിയെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അത്തരം അനുഭവങ്ങൾ പൊങ്ങി വരുന്നതാണ് ചില സ്വപ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രതീകങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ചില അനുമാനങ്ങളുണ്ടല്ലോ, സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്, അതൊക്കെ ഈ അബോധതലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിൽ അണ്ടർലൈൻഡ് ആയി കിടക്കുന്ന ചില അനുഭവങ്ങൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പൊങ്ങി വരുമ്പോൾ വരുന്നതാണ്. ഓക്കെ, ഇനി തേർഡ് വൺ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് വൺ ഏതാണ്? അബോധ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡ്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ കേസിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഏതാണ്? അൺകോൺഷ്യസ് മൈൻഡാണ്. മനുഷ്യന്റെ പെരുമാറ്റത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധ മനസ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ വ്യക്തിയുടെ പെരുമാറ്റം, അതുവഴി അയാളുടെ വ്യക്തിത്വം, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്? നമ്മുടെ അബോധ മനസ്സിൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ ഒളിച്ചു വെക്കുന്ന ചില അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിനെ ഒരു മഞ്ഞുമലയായിട്ട്, ഒരു ഐസ്ബർഗുമായിട്ട് കമ്പയർ ചെയ്യുന്നതായിട്ട് ഫ്രോയിഡിന്റെ തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കടലില് ഇങ്ങനെ ഒഴുകി നടക്കുന്ന മഞ്ഞുമല, അതിന്റെ ഭൂരിഭാഗം വെള്ളത്തിനടിയിലാണ്. നമ്മൾ കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും, എന്നാൽ സാധനം നല്ല വലിപ്പമുണ്ട്. ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യന്റെ മനസ്സിലെ ഏറ്റവും വലിയ തലമായിട്ടുള്ള അബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നെല്ലാം വിഭിന്നമായി, ആരും കാണാതെ ഈ വെള്ളത്തിനടിയിൽ ഐസ്ബർഗിന്റെ പോർഷൻ കിടക്കുന്നത് പോലെ അത്രയും ഡീപ്പായിട്ട് കിടക്കാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് വിശദീകരിച്ചത് ശരിക്കും എന്തിനെയാണ്? മനസ്സിന്റെ ആഴങ്ങളിൽ നമ്മളിങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന ചില മെമ്മറീസ് ഉണ്ടല്ലോ, അതിനെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇനി ജന്മവാസനകളുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റിങ്സ് ഉണ്ടാവും, ഇതിനെയൊക്കെ കണക്കാക്കുന്നത്, ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കണക്കാക്കുന്നത് ഏതാണ്? അബോധ മനസ്സിനെയാണ്. ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കണക്കാക്കുന്നത് അബോധ മനസ്സിനെയാണ്. ഇനി മനസ്സിന്റെ പൂർണ്ണമായതും എന്നാൽ ആഴത്തിലുള്ളതുമായ ചില തലത്തിനെ, അല്ലെങ്കിൽ മനസ്സിന്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള തലത്തിനെയാണ് നമ്മൾ അബോധ മനസ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജന്മവാസനകളുടെ ഒരു സ്റ്റോറേജ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സ്റ്റോറേജ് എന്ന് പറയാം. അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ളത് അബോധ മനസ്സാന്ന് പറയാം. ഇനി മനസ്സിന്റെ അബോധ തലത്തിലുള്ള ചില ശേഖരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ചില ഓർമ്മകളാകാം, ചില ആഗ്രഹങ്ങളാകാം, വേദനാജനകമായ ചില എക്സ്പീരിയൻസസ് ആയിരിക്കാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാത്തിനെയും നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിക്കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തിനെ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് എന്താണ്? നമ്മുടെ അബോധ മനസ്സിലെ ഉള്ളടക്കങ്ങളാണ്. ഈ അബോധ മനസ്സിലെ ഉള്ളടക്കങ്ങളാണ്
ചിലർക്ക് സ്വപ്നങ്ങളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഫ്രോയിഡിനടുത്ത് വന്നിരുന്ന ആളുകളെ മൊത്തം ഫ്രോയിഡ് ട്രീറ്റ് ചെയ്തിരുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ സ്വപ്നാപഗ്രഥനം, ഡ്രീം അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് ആ മെത്തേഡ് വഴിയാണ് ഫ്രോയിഡ് ആളുടെ അടുത്ത് വന്നിരുന്ന ക്ലയൻസിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ പറയാൻ ആഗ്രഹിച്ചതല്ലാതെ ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അതായത് തെറ്റുകൾ പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള അയാളുടെ പേഴ്സണാലിറ്റി എന്താണോ അതിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ അയാളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് അതിനെയായിരിക്കും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ടാവുക. പറയാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത, അതായത് ചില തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറയാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ എവിടെ ഉണ്ടാവും? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള പോർഷൻ ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം. ഇത്രയും പോർഷൻ ഒന്ന് വായിക്കുക. വായിച്ചു കഴിഞ്ഞു എല്ലാവരും? നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ പറഞ്ഞ ഇതിലെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് കഴിഞ്ഞു. അതിൽ നമ്മൾ മനസ്സിന്റെ 3 തലങ്ങളായിട്ടുള്ള കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, ഇത് മൂന്നും എന്താണെന്ന് കണ്ടു. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. മനുഷ്യനിലെ പേഴ്സണാലിറ്റീനെ, അതായത് മനോഘടനയെ 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്.
ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വ ഘടനയായിട്ട് മാറുന്നത്. അപ്പൊ ആദ്യത്തെ എന്താണ് ഇത്? മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രാകൃതമായ വികാര വിചാര ശക്തി ആയിട്ട് കണക്കാക്കുന്നതാണ് ഇത്. ഇപ്പൊ ജന്മവാസനകൾ ഒക്കെ നിക്ഷേപിക്കപ്പെടുന്നത് എവിടെയായിരിക്കും? ഇതിലായിരിക്കും. ഇപ്പൊ മനുഷ്യ മനസ്സിൽ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സന്മാർഗികമല്ലാത്ത, സോഷ്യലി ആക്സെപ്റ്റഡ് അല്ലാത്ത എല്ലാ ബിഹേവിയേഴ്സും പാറ്റേൺസും ഒക്കെ ഹിഡൻ ആയിട്ടുള്ളത് എവിടെയായിരിക്കും? ഈ ഒരു ഇത് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. ഇനി ജന്മവാസനകളുടെ നിക്ഷേപ കേന്ദ്രമാണിത്. അതുപോലെ സാൻമാർഗിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളുടെയും, ഇത്തരം അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതായിരിക്കും. ഇപ്പൊ ജനനം മുതൽ തന്നെ എല്ലാ വ്യക്തികളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ഇത് കാണപ്പെടുന്നുണ്ട്. വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങളുടെ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, അതുപോലെ ലൈംഗിക വികാരങ്ങൾ, ഇതിന്റെയൊക്കെ ഉറവിടം ഏതാണ്? ഈ പറഞ്ഞ ഇതാണ്. ഇനി പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വര, അതുണ്ടാകാനുള്ള കാരണം എന്താണ്? ത്വര ഉണ്ടാവാനുള്ള കാരണമാണ് ഇത്. ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കൂ. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് നമുക്ക് അതിനുള്ള ക്ഷമയില്ല. ആ ഒരു അക്ഷമ അത് കാണിക്കുന്നത് എന്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഇതിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇനി ഇതിന്റെ പ്രവർത്തനത്തിന് പിന്നിൽ നമ്മൾ പറയാറുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പ്ലഷർ പ്രിൻസിപ്പിൾ അഥവാ സുഖതത്വം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പ്ലഷറബിൾ ആയിട്ടുള്ളത് അത് മാത്രമേ ഇത് കൺട്രോൾ ചെയ്യുന്ന ആള് ചെയ്യുള്ളൂ. അപ്പൊ ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ ഊർജവും പ്രദാനം ചെയ്യുന്നത് ഏതാണ്? ഇതാണ്. ഫ്രോയിഡിന്റെ തിയറിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് ലിബിഡോ എന്ന് പറയുന്നത്, അല്ലെ? ലൈംഗിക തൃഷ്ണ, ലിബിഡോ എന്നുള്ളതിന്റെ പക്ക മലയാളം വാക്ക്. അപ്പൊ ഈ ലിബിഡോ എന്ന് ഫ്രോയിഡ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇതിനെയാണ്. കാരണം ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നത് ഇത് എന്ന് പറയുന്ന ഒരു മൈൻഡിന്റെ സ്ട്രക്ചറിലാണ്, ഈ പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറിലാണെന്ന് പറയാം. അപ്പൊ ജീവിതത്തിന്റെ നിർണായക ചോദകം എന്ന് പറഞ്ഞ ഒരു സ്റ്റിമുലസ് ആണ് ലിബിഡോ. അതിന്റെ രണ്ട് മുഖങ്ങളാണ് ഫ്രോയിഡ് അവതരിപ്പിക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കൂ. ഇറോസും താനറ്റോസും. ഇറോസ്, താനറ്റോസ്. ഇറോസ് എന്നുള്ളത് ലൈംഗികതയെയും താനറ്റോസ് എന്നുള്ളത് അക്രമവാസനയെയും പ്രതിനിധീകരിക്കുന്നു. ഈ രണ്ട് നിർണായകമായ സ്റ്റിമുലസുകളാണ് ലിബിഡോ എന്ന് പറയുന്നതിന് ഉള്ളത് എന്നാണ് ആര് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഫ്രോയിഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ലിബിഡോയിൽ വരുന്നത്. ഒന്ന് ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇറോസ്. താനറ്റോസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അക്രമവാസനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് രണ്ടുമാണ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ലിബിഡോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രോമിസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിങ്സ് ഇറോ ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് താനോസ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഫ്രോയിഡ് ആണ്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണ് വിചാരിക്കുന്നത്. ഇറോസും താനറ്റോസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും കോംപ്രമൈസും ആണ് യഥാർത്ഥത്തിൽ ലൈഫ് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്. ഫ്രോയിഡിന്റെ തിയറിയിലെ ഏറ്റവും പ്രാകൃതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു തിയറിയിലെ ഏറ്റവും പ്രാകൃതം എന്ന് പറയുന്ന വ്യക്തിത്വ ഘടനയാണ് ഇത് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ജന്മവാസനകളുടെ നിക്ഷേപമായി കരുതുന്നു. അസന്മാർഗികമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പിന്നെന്താണ്? പെട്ടെന്നുള്ള ചില ത്വരകൾ, അതിനൊക്കെ കാരണം ഇതാണ്. ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ ഏതാണ്? പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഇപ്പൊ ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഇതാണ്. ഫ്രോയിഡിന്റെ ലിബിഡോ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതാണ്. ജീവിതത്തിന്റെ നിർണായക ചോദകങ്ങളായ ലിബിഡോ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ഇറോസും താനറ്റോസും. ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതിന്റെ റെസൊല്യൂഷനും ഒക്കെയാണ് ലൈഫ് എന്നാണ് ആരഭിപ്രായപ്പെട്ടിരിക്കുന്നത്? ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഈഗോ. ഈഗോ ഹെർട്ട് ആവാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഇതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അടക്കി നിർത്തുന്ന ഒരു വൈകാരിക ശക്തിയാണ് അഹം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത്.
ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാനായിട്ട് സഹായിക്കുന്നത് ഈഗോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തിയറി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പറയാം? ഏത് തിയറി അനുസരിച്ചിട്ടായിരിക്കും? യാഥാർത്ഥ്യബോധം അനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ യാഥാർത്ഥ്യബോധം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഏതാണ്? ഈഗോ ആണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യ തത്വം എന്താണെന്ന് നോക്കാം. ഇതിന്റെ ചില സ്റ്റിമുലസുകളെ കുറച്ചുകൂടി റിയാലിറ്റി എന്താണെന്നുള്ള ബോധത്തോടെ നിയന്ത്രിക്കാനും, ഇനി അതുപോലെ സാമൂഹിക നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് നമ്മുടെ സ്റ്റിമുലസുകളെ കൺട്രോൾ ചെയ്യുന്നതുമായ നമ്മുടെ മൈൻഡിന്റെ പാർട്ടാണ് ആക്ച്വലി ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോ വിശന്നിട്ട് കുടല് കഴിഞ്ഞിരിക്കുകയാണ്, മുന്നിൽ ഭക്ഷണം ഇരിക്കുന്നുണ്ട്, നമുക്കത് കോരി എടുത്താൽ മതി. പക്ഷെ ആ ഭക്ഷണം നമ്മുടെ അല്ല, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതാണ്. പൈസ നമ്മുടെ കയ്യിലില്ല. അപ്പൊ വേണമെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാം, അതിനുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പൊ നമ്മുടെ മൈൻഡിലുള്ള ഇത് നമ്മുടെ അടുത്ത് എന്ത് പറയും? അത് അടിച്ചു മാറ്റിയോ, കാരണം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലഷർ ഡിറൈവ്ഡ് ആയിട്ട് തീരുമാനം എടുക്കുന്നവർ ചിലരുണ്ടാകാം. അങ്ങനെയുള്ളവര് എന്ത് ചെയ്യും? അതിനടിച്ചു മാറ്റി കൊണ്ടുപോകും. എന്നാൽ ഇതിന്റെ ഈ ആഗ്രഹം മനസ്സിലാക്കി ഈഗോ എന്ത് ചെയ്യും? ഇതിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ സോഷ്യലി നമ്മുടെ മോഷണം എന്ന് പറയുന്ന ഒരു ആക്ട് ആക്സെപ്റ്റബിൾ അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആ ഒരു പ്രേരണ ശക്തിയാണ് യഥാർത്ഥത്തിൽ എന്ത്? ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ ഈഗോയും അതുപോലെ തന്നെ ഈഗോ, ഇത് രണ്ടും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആളുകളിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു ആത്മനിയന്ത്രണ പ്രവർത്തനമാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുകയുള്ളൂ. അതേസമയം ഈഗോ എന്തിനായിരിക്കും പരിഗണിക്കുക? ഒരാളുടെ വ്യക്തിപരമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളും വേർതിരിച്ചറിയുന്നതാണ് ഈഗോ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി സൂപ്പർ ഈഗോയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യക്തിയെ സന്തുലനത്തോടെ സംരക്ഷിക്കുന്നത് ആരുടെ പണിയാണ്? ഈഗോയുടെ പണിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഇത് വർക്ക് ചെയ്തു പോകുന്നത്. അപ്പൊ ഇത് കാരണം ഉണ്ടാകുന്ന വൈകാരിക പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സ്ട്രെസ് ഒക്കെ ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? ഈഗോ ആയിരിക്കും. ഇപ്പൊ മനുഷ്യ മനസ്സിന്റെ പോലീസ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ പാലകൻ, എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈഗോ ആണ്. ഇനി ഇതിന്റെ പ്രാകൃത ചോദകങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനിമൽ ഇൻസ്റ്റിങ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ചിലരുടെ മനസ്സിൽ അനിമൽ ഇൻസ്റ്റിങ്സ് ഉണ്ടാവും. അപ്പൊ അത് സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആര് സഹായിക്കും? ഈഗോ സഹായിക്കും. അപ്പോൾ ഇതും ഈഗോയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു കുതിരയാണെന്ന് പറയാം. ഈഗോ കുതിരേനെ കൺട്രോൾ ചെയ്യുന്ന കുതിരക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട് പോലെ നമ്മൾ പറയാറുള്ളതാണ് ഇതും ഈഗോയും തമ്മിലുള്ള കമ്പാരിസൺ. ഇനി നമുക്ക് പറയാനുള്ള മൂന്നാമത്തെ ടേമാണ് സൂപ്പർ ഈഗോ. അപ്പോൾ ഇതിനെ അഹം എന്നാണ് ഈഗോനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഈഗോനെ എന്ത് പേരിട്ടാ വിളിക്കുക? അത്യഹം എന്ന് വിളിക്കും. മനുഷ്യ മനസ്സിലെ ഈഗോയുടെ തന്നെ പരിണത ഫലമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിച്ചു വരുന്നതാണ് സൂപ്പർ ഈഗോ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ആര്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എന്താണോ ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി പെർഫെക്ഷൻ, ചില കാര്യങ്ങൾക്ക് പെർഫെക്ഷൻ ആളുകൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പെർഫെക്ഷന് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നത് ആരാണ്? സൂപ്പർ ഈഗോ ആണ്. ഇത് പൊതുവെ എന്തിനെ മാത്രമായിരിക്കും ലക്ഷ്യം വെക്കുന്നുണ്ടാവുക? എന്തിനെ മാത്രമായിരിക്കും ലക്ഷ്യം വെക്കുന്നുണ്ടാവുക? സാമൂഹിക നന്മേനെ മാത്രമായിരിക്കും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക. ഇനി ഒരാളുടെ മനസ്സിലുള്ള തെറ്റും ശരിയും അത് നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ സൂപ്പർ ഈഗോ ആണ്. ഇപ്പൊ സാൻമാർഗികവും സാംസ്കാരികവുമായിട്ടുള്ള
അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു ലെയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തിനു പറയാം, സൂപ്പർ ഈഗോനെ പറയാം. ഇനി സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സൂപ്പർ ഈഗോ. നേരത്തെ പറഞ്ഞു നമ്മൾ. ഇപ്പൊ സമൂഹം അനുവദിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും ശരി ഏതാണ് തെറ്റേതാണ് എന്ന് നിയന്ത്രിക്കുന്നതും ആരാണ് യഥാർത്ഥത്തില്? സൂപ്പർ ഈഗോ ആണ്. ഇപ്പൊ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് മാനദണ്ഡം അനുസരിച്ചായിരിക്കും? സാൻമാർഗിക മാനദണ്ഡം അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കും ആര് പ്രവർത്തിക്കുന്നുണ്ടാവുക? സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇപ്പൊ തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ടും മനസാക്ഷി കുത്ത് ഇല്ലാതെ ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ സൂപ്പർ ഈഗോ ദുർബലമായിരിക്കും. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുകയും ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ഡിസീസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അയാളുടെ സൂപ്പർ ഈഗോ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയാം. അപ്പൊ കുറ്റബോധം തോന്നുന്നത് ശരിക്കും എന്തുകൊണ്ടാണ്? സൂപ്പർ ഈഗോ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് 3 കാര്യങ്ങൾ: ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇത് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്? പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈഗോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. സൂപ്പർ ഈഗോ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പോവുക? പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോവുക. പറഞ്ഞത് ക്ലിയർ ആണോ? ഇത്രയും വരെയുള്ള പോർഷൻ ഒന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് നമുക്ക് സൈക്കോ സെക്ഷൽ തിയറിയിലേക്ക് കിടക്കാം. അപ്പൊ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇത് മൂന്നൊന്ന് വായിച്ചു നോക്കണേ.
എല്ലാവരും വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളെ. ഇതുവരെ സംശയങ്ങളൊന്നും കമന്റ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമുക്ക് സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റിലേക്ക് കിടക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിബിഡോ ആണ് എനർജി സോഴ്സ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. ആരുടെ തിയറിയിൽ? ഫ്രോയിഡിന്റെ തിയറിയിൽ. ലിബിഡോയുടെ കേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ 5 ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലും എന്തടങ്ങിയിട്ടുണ്ട്? ഓരോ സ്ഥലത്തായിരിക്കും അവരുടെ ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ ഒരു പെർട്ടിക്കുലർ റീജിയനിലായിരിക്കും. ആ സോണുകളെ ഇറോജീനസ് സോൺ എന്നാണ് പറയാം. ഈ ഇറോജീനസ് സോൺ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലും ഓരോന്നായിരിക്കും. ഒന്നാമത്തെ ഓറൽ സ്റ്റേജ് ആണ്. അപ്പൊ അവിടുത്തെ ഇറോജീനസ് സോൺ ഏതായിരിക്കും? ഓറൽ എന്ന് പറഞ്ഞാൽ വായായിരിക്കും. അടുത്തത് ഏനൽ സ്റ്റേജ്. ഏനൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനൽ പാർട്ടായിരിക്കും അവരുടെ ഇറോജീനസ് സോൺ. അടുത്ത ഫാലിക് സ്റ്റേജിൽ അവരുടെ ഇറോജീനസ് സോൺ എവിടെയായിരിക്കും? അതൊരു ലിംഗഘട്ടം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്ഷൽ ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു പീരീഡിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ലേറ്റൻസി പീരീഡ്. ഇതൊരു നിർലീന ഘട്ടം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറോജീനസ് സോൺ ഒന്ന് അപ്രത്യക്ഷമാകുന്ന ഘട്ടമാണ് ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് ജെനൈറ്റൽ സ്റ്റേജ്. ജെനൈറ്റൽ സ്റ്റേജിൽ ലൈംഗിക അവയവങ്ങളിൽ ഇറോജീനസ് സോൺ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് മാറി മാറിയാണ് ഒരാളുടെ ഡെവലപ്മെന്റ് പൂർണ്ണമാകുന്നത്, സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് പൂർണ്ണമാകുന്നത്. ഓരോന്നും എന്താ നോക്കാം. ഒന്നാമത്തെ ഓറൽ സ്റ്റേജ്. ഇപ്പൊ ജനനം മുതൽ 2 വയസ്സ് വരെയാണ് യഥാർത്ഥത്തിൽ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ജനനം മുതൽ 2 വയസ്സ് വരെ. ഇപ്പൊ ഈ ഒരു കാലയളവിൽ ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്ന ശരീരത്തിന്റെ ഭാഗം ഏതായിരിക്കും? വായായിരിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുട്ടി കിട്ടുന്നതെല്ലാം വായിലിടും, ചപ്പും നക്കും, സലൈവയിൽ അങ്ങോട്ട് പൊതിഞ്ഞു വെക്കും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടിയുടെ ഇറോജീനസ് സോൺ എന്ന് പറയുന്നത് വായാണ്. ഇതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ അമ്മയിൽ നിന്ന് വേണ്ടത്ര പരിചരണം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ കുട്ടികളിൽ സ്തംഭനം ഉണ്ടാകാറുണ്ട്. സ്തംഭനത്തിന് പറയുന്ന വാക്കാണ് ഫിക്സേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡെവലപ്മെന്റ് സ്റ്റേജിൽ കുട്ടി എന്ത് ചെയ്യും? തടഞ്ഞു നിൽക്കും. അപ്പോ ചെറുപ്പത്തില് കുഞ്ഞായിരിക്കുന്ന സമയത്ത് 2 വയസ്സ് വരെ കൃത്യമായിട്ട് പാലൊന്നും കുടിക്കാൻ പറ്റാത്ത കുട്ടിക്ക് പിന്നീട് അങ്ങോട്ട് പാലിനോട് കുറച്ച് ആക്രാന്തം കൂടുതൽ കാണിക്കുക, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസിനോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കുക, പാല് കട്ടു കുടിക്കുക, ഇത്തരം പ്രവണതകൾ ഉണ്ടാവും. ചിലർക്ക് തമ്പ് സക്ക് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. ഇപ്പോൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ കൈ വായിലൊക്കെ ഇടും. ആ ഒരു സമയത്ത് തല്ലുകൊണ്ട് ചിലപ്പോൾ കുട്ടി വായിലിടുന്ന് നിർത്തിയിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് അത് നഖം കടിക്കുന്നത്, അല്ലെങ്കിൽ വിരലിന്റെ തുമ്പ് കടിച്ച് പറിച്ചു വെക്കുക, ഇപ്പൊ ഏതെങ്കിലും തൊലി ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു കളയുക, ഇതൊക്കെ ഈ ഒരു സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിക്കുന്നവർക്ക് പൊതുവെ കാണാറുള്ള ചെറിയ ഇഷ്യൂസ് ആണ്. അപ്പൊ വ്യക്തിത്വ വളർച്ച അല്ലെങ്കിൽ ഇതൊന്ന് സ്റ്റാഗ്നേറ്റഡ് ആയി പോകുന്നത് ഫിക്സേഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ശൈശവത്തിൽ എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കിട്ടുന്ന പരിചരണങ്ങൾ ശരിക്കും കൂടുതൽ അവസരവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് കൊടുക്കുന്ന തരത്തിലായിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ശുഭാപ്തി വിശ്വാസം ഡെവലപ്പ് ചെയ്യും. അതായത് ഞാൻ തീരെ കുഞ്ഞാണ്, പക്ഷെ എന്റെ ആവശ്യങ്ങൾക്ക് എല്ലാവരും കൂടെ നിൽക്കുന്നു. അങ്ങനെ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും കുട്ടീനെ സഹായിക്കും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള ശേഷി കിട്ടുന്നത് ആ കുട്ടികളിൽ കൃത്യമായിട്ടുള്ള ഓറൽ ഡെവലപ്മെന്റ് നടന്നത് കൊണ്ടാണ്. ഓറൽ ഡെവലപ്മെന്റ് നടന്നില്ലെങ്കിൽ ആ സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഡിഫോമിറ്റീസ് കുട്ടികൾ സ്വഭാവത്തിൽ പ്രകടമായി തന്നെ കാണാൻ പറ്റും. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഏനൽ സ്റ്റേജ്. ഏനൽ സ്റ്റേജിൽ ഇറോജീനസ് സോൺ എവിടെയായിരിക്കും? മലദ്വാരമായിരിക്കും, ഏനസ് ആയിരിക്കും. മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കള് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഘട്ടമാണ് ഏത്? ഈ ഒരു
എയ്നൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തില് വിസർജ്യം ശരീരത്തിൽ നിന്ന് പുറത്തു കളയേണ്ടത് പിടിച്ചു വെച്ചും പുറത്തേക്ക് തള്ളിയും അത്തരം സമ്മർദ്ദങ്ങൾ ചെലുത്തിയും ഒക്കെയാണ് കുട്ടിക്ക് പ്ലഷർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുമ്പോൾ കടുത്ത നിർബന്ധങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ഫിക്സേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ശുചിത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചില ചിട്ടവട്ടങ്ങൾ, അതിനെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ, ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാകും. ഇനി ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ ഒരു ശ്രദ്ധയും ഇല്ലാതിരിക്കുകയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മുതിർന്നു കഴിഞ്ഞാലും പല കാര്യങ്ങളിലും കുട്ടിയുടെ എന്ത് കാണാം? അലംഭാവം കാണാനായിട്ട് പറ്റും. അപ്പൊ 2 സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്, ഓറൽ സ്റ്റേജും ഏനൽ സ്റ്റേജും. ഈ 2 സ്റ്റേജസ് ഒന്ന് വായിക്കും, എന്നിട്ട് നമുക്ക് 3ാമത്തെ സ്റ്റേജിലേക്ക് കിടക്കാം. ഈ 2 സ്റ്റേജസ് ഒന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് 3ാമത്തെ സ്റ്റേജിലേക്ക് കിടക്കാം. എല്ലാവരും വായിച്ചിട്ടുണ്ടാവുന്ന ശരിക്കാണ്. നമുക്ക് അടുത്ത 3ാമത്തെ സ്റ്റേജിലേക്ക് കിടക്കാലോ. നമ്മൾ ഈ സ്റ്റേജസ് പറഞ്ഞ് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സമയം ഏകദേശം ആവും. 3ാമത്തെ സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം, ലൈംഗിക അവയവ ഘട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആൺ പെൺ വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്ന ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ഈ ഒരു ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇറോജീനസ് സോൺ എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങളായിരിക്കും. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതരം പ്രത്യേകതകൾ അല്ലെങ്കിൽ കോംപ്ലക്സുകളാണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലട്ര കോംപ്ലക്സും. ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആൺകുട്ടികൾക്ക് തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മയോടായിരിക്കും വൈകാരികമായ ഒരു അടുപ്പുണ്ടാവുക. ഈ ഒരു അടുപ്പത്തിനെയാണ് ഈ ഒരു അടുപ്പം കാരണം തന്നെ ആൺകുട്ടികൾക്ക് മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അച്ഛൻ അടുത്ത് വരുമ്പോൾ, അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഇവർക്ക് ശത്രുതാ മനോഭാവം ഉണ്ടാവും. ഇത് കാരണമുള്ള ഒരു മാനസിക സംഘർഷത്തിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് അമ്മയോടുണ്ടാകുന്ന ആൺകുട്ടികളുടെ എന്താണ് മാനസികമായ ഒരു അടുപ്പാണ്. ഇനി പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും മാതാവിനോടുള്ള അസൂയ അല്ലെങ്കിൽ ശത്രുത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനെ വിളിക്കുന്ന പേരാണ് ഇലട്ര കോംപ്ലക്സ്. പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത് ഇലട്ര കോംപ്ലക്സ്, ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്നത് ഈഡിപ്പസ് കോംപ്ലക്സ്. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഇത് രണ്ടും അങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് കൃത്യമായിട്ടൊന്ന് വായിച്ചോളൂ. ഈ കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷങ്ങൾ, ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇതിന് ശേഷം വരുന്ന അടുത്ത സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഏത്? ലേറ്റൻസി പീരീഡ്. ഈ ഒരു പീരീഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറോജീനസ് സോൺ എന്ത് ചെയ്യും? കുറച്ച് നേരത്തേക്ക് കാണാതിരിക്കും. അപ്പൊ ഈ ഒരു പീരീഡില് വികാരങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറോജീനസ് സോൺ ഇല്ല. സ്വലിംഗത്തിൽപ്പെട്ട അതായത് ഒരേ ജെൻഡറിൽപ്പെട്ട ആളുകളുമായിട്ട് എന്ത് ചെയ്യും? കൂട്ടുകൂടി കളിച്ചു തിരിച്ച് നടക്കുന്ന ഒരു പ്രായമാണ് ഏത്? ലേറ്റൻസി പീരീഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, അഞ്ചാമത്തെ ഒരു സ്റ്റേജ് ആണ് ജെനൈറ്റൽ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജില് ഇറോജീനസ് സോൺ എന്ത് ചെയ്യും? വീണ്ടും ലൈംഗിക അവയവങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ലൈംഗിക പക്വത നേടുന്നതിനാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും മുതിർന്നവരുടെ പോലെയുള്ള ബന്ധങ്ങൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർലിംഗത്തിൽപ്പെട്ടവരോട് അട്രാക്ഷൻ വളരുന്ന ഒരു ഏജ് ആണ് ഈ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇങ്ങനെയാണ് 5 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് വരുന്നത്. ഇതില് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഈഡിപ്പസ് കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത് സൈക്കോ അനലൈറ്റിക്കൽ തിയറിയിൽ ഏത് സ്റ്റേജിലാണ്? ഈഡിപ്പസ് കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? സൈക്കോ അനലൈറ്റിക് തിയറിയുടെ ഏത് സ്റ്റേജിലാണ്? മൂന്നാമത്തെ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു അല്ലെ? ഫാലിക് സ്റ്റേജിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ചോദ്യങ്ങള് ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞു വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വായിച്ചോളൂ. തെറ്റിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു സെക്ഷനാണിത്. ഓക്കെ, പറഞ്ഞ ആശയം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് പറഞ്ഞത് ഇച്ചിരി സ്പീഡ് ലൈൻ പോയെന്ന് എനിക്കറിയാം. എന്നാലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട് നോട്ടുമായിട്ട് ചെറിയൊരു വ്യത്യാസം ഈ കാണിച്ചതിനുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത വേർഷൻ അല്ല നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട്, അല്ലാത്ത വേർഷൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ മാറ്റി ഇപ്പൊ ഇടും. അപ്പൊ എല്ലാവരും തന്നിരിക്കുന്ന പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല, ക്ലിയർ ആണോ?